മാനവ സമൂഹമേ, അല്ലാഹു നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. അവരുടെ ബന്ധത്തിലൂടെ ധാരാളം സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു ഈ ലോകത്തേക്ക് പരിചയപ്പെടുത്തുകയായി. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബി. ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, തേടിക്കൊണ്ടിരിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, ആ റബ്ബിനെ ഭയപ്പെടണമേ. നമ്മളെ സൃഷ്ടിച്ച അല്ലാഹെ സൂക്ഷിക്കണേ, ഭയപ്പെടണമേ. തൊട്ടടുത്ത് അല്ലാഹ് പറഞ്ഞ വാക്കാണ് വൽ അർഹാം. രക്തബന്ധം സൂക്ഷിക്കണമേ, കുടുംബ ബന്ധം സൂക്ഷിക്കണമേ, അയൽപക്ക ബന്ധം സൂക്ഷിക്കണമേ. പരിശുദ്ധ ഖുർആൻ വൽ അർഹാം. അല്ലാഹയെ സൂക്ഷിക്കണം, പേടിക്കണം എന്നതുപോലെ തന്നെയാണ് നിങ്ങൾ രക്തബന്ധത്തെയും സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞത്. ഖുർആന്റെ വാക്കാണിത്. ഐ ഇത്തഖുൽ അർഹാമ അൻ തഖ്തഉഹാ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറയുകയാ, ഈ പരിശുദ്ധമായ അർഹാം എന്ന ആയത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഇത്തഖൂ അൽ അർഹാം അൻ തഖ്തഉഹാ. കുടുംബ ബന്ധം മുറിക്കുന്നത്, കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നത്, കുടുംബ ബന്ധത്തെ പരിഗണിക്കാതിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണേ. അത് ഗൗരവമേറിയതാണ്. അത് ശിക്ഷയ്ക്ക് നാളെ ആഖിറത്തിൽ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമേ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ് തഖുൽ അർഹാം. അല്ലാഹയെ പേടിക്കുന്നത് പോലെ തന്നെ കുടുംബ ബന്ധത്തെ പേടിക്കണം. അല്ലാഹ് പറയുന്ന വാക്കാണ്. അല്ലാഹു പറയുന്ന അനുസരിച്ച് നമ്മളോട് ചെയ്യാവൂ. അല്ലാഹു കൊണ്ടാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്, അല്ലാഹു കൊണ്ടാണ് നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്. സല്ലി ലില്ലാഹി തആല നവൈതു സൗമ ഗദൻ ലില്ലാഹി തആല ഇന്നി അഹറംതു ലില്ലാഹി തആല. എല്ലാം അല്ലാഹുക്ക് വേണ്ടിയാണ്, എല്ലാം അല്ലാഹുക്ക് വേണ്ടിയാണ്, അല്ലാഹുക്ക് വേണ്ടിയാണ് എല്ലാം നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുടുംബ ബന്ധം സൂക്ഷിക്കണമെന്ന് അല്ലാഹ് പറയുന്ന വാക്കാണ്. എന്നിട്ട് ആ കുടുംബ ബന്ധം സൂക്ഷിക്കുന്നവൻ ആരാണ്? ബുദ്ധിമാനാണ്. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ് കമൻ ഹുവ അമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ വാക്കുകൾ, വചനങ്ങൾ, ആ സത്യസന്ദേശങ്ങൾ ആരുടെ മേലാണോ ഇറക്കപ്പെട്ടത്, ആ പരിശുദ്ധ ഖുർആൻ പഠിച്ചവൻ, അത് ഓതിയവൻ, അത് മനസ്സിലാക്കിയവൻ, അതിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയവൻ, അവൻ കേവലം ഒരു അന്ധനാണോ, മൂകനാണോ, ബധിരനാണോ? അല്ലാഹുവിന്റെ ചോദ്യം. ഖുർആന്റെ അർത്ഥം പഠിച്ചിട്ട് ഖുർആൻ മനസ്സിലാക്കിയവൻ, ഈ ഖുർആന്റെ ആശയ ആദർശങ്ങൾ പഠിച്ചവൻ മൂകനാണോ? അവൻ ബധിരനാണോ? അവൻ അന്ധനാണോ? ഇല്ല. അല്ലാഹു തന്നെ പറയാണ് ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അവൻ ബുദ്ധിയുള്ളവനാണ്, അവൻ വിവേകമുള്ളവനാണ്, അവൻ വിവരമുള്ളവനാണ്, അവൻ ബോധമുള്ളവനാണ്. ആരാണവൻ? ആരാണവൻ? അവന്റെ വിശേഷണങ്ങൾ എന്താണ്? അവന്റെ സവിശേഷതകൾ ഏതാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ തൊട്ടടുത്ത ആയത്തിൽ അവതരിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു തരാൻ ആരാണ് ബുദ്ധിയുള്ളവൻ? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ അറിയാവുന്നവനല്ല, മിസൈൽ വിടാൻ അറിയാവുന്നവനല്ല, ലോകത്തെ തന്റെ കൈക്കുമ്പിളിൽ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ എന്നല്ല അതിന്റെ അർത്ഥം. ബുദ്ധിയുള്ളവനാരാണ്? ബുദ്ധിയുള്ളവനാരാണ്? അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ്, അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുളൂനൽ മീസാഖ്.
അള്ളാഹുവിനോടെടുത്ത കരാറ് പാലിക്കുന്നവനാണ്, അള്ളാഹുവിനെ വഞ്ചിക്കാത്തവനാ, അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്താത്തവനാണ് ബുദ്ധിയുള്ളവൻ. അവൻ അന്ധനല്ല, അവൻ മോഹനല്ല, അവൻ ബധിരനല്ല, അവൻ ബുദ്ധിയുള്ള അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനത്രേ. അള്ളാഹുവിനോടെടുത്ത കരാറ് പാലിക്കാത്തവൻ മുഅ്മിനല്ല എന്നാണ് എൻ്റെ അർത്ഥം. അല്ലദീന യൂഫൂന ബിഅഹദില്ലാ, ഒന്നാമതായി അള്ളാഹ് പറഞ്ഞ വാക്കതാണ്. അല്ലദീന യൂഫൂന ബിഅഹദില്ലാ, അള്ളാഹിന്റെ കരാറ് പാലിക്കുന്നവൻ. അള്ളാഹിന്റെ കരാറ് പാലിക്കണം. ഞാനാണ് നിന്റെ റബ്ബ് എന്ന് നമ്മളെല്ലാം അള്ളാഹിന്റെ മുന്നിൽ നമ്മൾ സമ്മതിച്ചതാണ്. അള്ളാഹിന്റെ മുന്നിൽ നമ്മളെല്ലാം സമ്മതിച്ചിട്ട് അള്ളാഹുവിനെ പുകഴ്ത്താനും വാഴ്ത്താനും വേണ്ടി 5 നേരം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാത്തവൻ അള്ളാഹെ വഞ്ചിക്കുന്നവനാണ്. അള്ളാഹെ വഞ്ചിക്കുന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖാദിഊന അല്ലാഹ വറസൂലാ, അള്ളാഹുവിനെ റസൂലിനെ വഞ്ചിക്കരുത് നിങ്ങൾ കേട്ടോ. അള്ളാഹെ റസൂലിനെ നിങ്ങൾ വഞ്ചിക്കരുത്. പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിനടുത്ത കരാറ് പാലിക്കാത്തവൻ അള്ളാഹെ വഞ്ചിക്കുന്നവനാണ്. الذين يوفون بعهد الله ولا ينقضون الميثاق. നിസ്കരിക്കാൻ വേണ്ടി നമ്മളോട് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന നമ്മൾ സ്വീകരിക്കണം. നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് എടുത്ത കരാറ് പാലിക്കാത്ത ചെറുപ്പക്കാരെ ഓർത്തോ, അള്ളാഹിന്റെ അടുക്കലേക്കാണ് നിന്റെ മടക്കം, നീ സൂക്ഷിച്ചോ. അള്ളാഹിന്റെ അടുക്കലേക്കാണ് നിന്റെ മടക്കം, നീ സൂക്ഷിച്ചോ. ഒന്നാമത്തെ കരാറ് നമ്മുടെ കരാറാണ്, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കരാറാണ്. എന്നാൽ ഇത് നമ്മൾ പറയണല്ലോ. നിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ല, ചെറുപ്പക്കാരില്ല, യുവാക്കളില്ല, എപ്പോഴും എല്ലാവരും ഫേസ്ബുക്കിലാണ്. അതിന് സമയം കണ്ടെത്തും, വാട്സപ്പിന് സമയം കണ്ടെത്തും, മെയിൽ അയക്കാൻ സമയം കണ്ടെത്തും, മെസ്സേജ് അയക്കാൻ സമയം കണ്ടെത്തും, വോയിസ് മെസ്സേജ് അയക്കാൻ സമയം കണ്ടെത്തും. ദിവസത്തിൽ 5 നേരം അള്ളാഹുവിനൊരു മെസ്സേജ് ചെയ്യാൻ ഇവന് സമയമില്ല. അള്ളാഹുവായിട്ട് IMOയിൽ ഒന്ന് സംസാരിക്കാൻ ഇവന് സമയമില്ല. അള്ളാഹുവുമായിട്ടൊരു 10 മിനിറ്റ് ചാറ്റ് ചെയ്യാൻ ഇവന് സമയമില്ല. സമയമില്ലല്ലോ. എവിടെ സമയമുള്ള? 24 അള്ളാഹായിട്ട് ഇപ്പൊ ചാറ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പൊ എന്താ കിട്ടാൻ? അള്ളാഹ് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് ലൈക്ക് അടിച്ചു തരുമോ? അല്ലെങ്കിൽ അള്ളാഹ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമോ? അള്ളാഹായിട്ട് ചാറ്റിട്ട് എന്ത് ചെയ്യാൻ? അള്ളാഹുവിനെ IMOയിൽ കാണാൻ പോലും പറ്റൂല, പിന്നെ അള്ളാഹായിട്ട് ചാറ്റ് ചെയ്യാൻ എന്താ? സമയം കണ്ടെത്തുന്നില്ല. അള്ളാഹുമായിട്ടുള്ള ചാറ്റിംഗ് ആണ് നമസ്കാരം, മുനാജാത്ത്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. നീ അള്ളാഹുമായുള്ള മുനാജാത്താണ്, ചാറ്റിംഗ് ആണ്. സുജൂദിൽ കിടക്കുമ്പോ നീ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യാമെന്ന് ആലമുൽ അർവാഹിൽ വെച്ച് നീ സമ്മതിച്ചതാണ്. എന്നിട്ട് പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിയിട്ട് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന് വിളിക്ക് ഉത്തരം നൽകാത്ത നീ ഏറ്റവും വലിയ വഞ്ചകനാണ്. നീ വാ, അള്ളാഹ് പറയാ, നീ വാ, 6 അടി മണ്ണിലേക്ക് നീ വാ മോനെ, നീ വാ. പള്ളിയുടെ തൊട്ടടുത്ത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കേൾക്കും വാങ്കുവിളി. ഹയ്യ അലസ് സ്വലാ, വാ. ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വാ. ഇതാണ് നിന്റെ വിജയം, ഇതാണ് നിന്റെ സുരക്ഷ, ഇതാണ് നിന്റെ രക്ഷ. നീ അള്ളാഹുവിന്റെ അടുത്ത കരാറാണ്, പാലിക്കാൻ വാ. എവിടെ എവിടെ ആര് വരുന്നു? എവര് വരുന്നു? ആര് കേൾക്കുന്നു? ആര് മനസ്സിലാക്കുന്നു? ആര് ചിന്തിക്കുന്നു? ആരും ചിന്തിക്കാനില്ല, ആരും മനസ്സിലാക്കാനുമില്ല. കുറെ എക്സ്പയറായ കളവന്മാര്, വീട്ടിൽ ആർക്കും വേണ്ടാത്ത കുറെ വയസ്സായ കുറെ കളവന്മാര് പള്ളിയിൽ അവർക്ക് വേണ്ടിയിട്ട്. ഇനി ചില പള്ളികളിലുണ്ട് ഒരു ഉസ്താദിനെ ഒരു 40 മുത്തല്ലിമീങ്ങളെയും വെച്ച് ഏർപ്പാടാക്കുക. എന്തേ കാരണം? പള്ളിയിൽ നിസ്കരിക്കാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉസ്താദും മുത്തല്ലിമീങ്ങളെ കൊണ്ടെങ്കിൽ കാര്യം അങ്ങനെ നടക്കുമല്ലോ, ജമാഅത്ത് മുടക്കം വരൂലല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറെ മുത്തല്ലിമീങ്ങളെ ഉസ്താദുമാരെ കൂടുതൽ അങ്ങനെയാണ്. ബാക്കിയുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ മുഴുവനും ഫേസ്ബുക്കിലും വാട്സപ്പിലും. അള്ളാഹിനോട് എടുത്ത ഒന്നാമത്തെ കരാറ് പാലിച്ചില്ല എങ്കിൽ അള്ളാഹ് വെറുതെ വിടൂല, സൂക്ഷിച്ചു. ഒന്നാമത്തെ കരാർ അതാണ്. അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്. അള്ളാഹുവിന്റെ അടുത്ത കരാർ നീ പൊളിച്ചു മാറ്റരുത് കേട്ടോ. കല്യാണം അള്ളാഹുവിനോട് എടുക്കുന്ന കരാറാണ്. നിക്കാഹിന്റെ സദസ്സിൽ പെണ്ണിന്റെ പിതാവിന്റെ കൈക്ക് പിടിച്ച്, ഏയ് നവവരനെ, നീ കുറെ വാക്കുകളും വചനങ്ങളും ഉച്ചരിക്കാറും ഏറ്റുപറയാറുമുണ്ടല്ലോ, അതെന്താ? അള്ളാഹുവിനോട് എടുക്കുന്ന കരാറാ, കളിയല്ലാതെ. അത് പൊട്ടിച്ചു കളഞ്ഞാലേ അള്ളാഹ് വിടൂല.
പൊട്ടിച്ചുള്ള ഞാൻ വിടൂല. അങ്ങനെ ഉസ്താമാര് പറഞ്ഞിരുന്നത് അള്ളാഹ് കൽപ്പിച്ച അവന്റെ വാക്കുകൾ, അവന്റെ വചനങ്ങൾ, ആ അടിസ്ഥാനത്തിലാണ് നിനക്ക് ഞാൻ ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചിരുന്നത്. അവനോട് എടുക്കുന്ന കരാർ കളിയല്ല ഇത്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിലോ സ്വർണം കുറഞ്ഞതിന്റെ പേരിലോ പെണ്ണിന് എന്തെങ്കിലും ന്യൂനതയുള്ളതിന്റെ പേരിലോ പിന്നീട് ആ പെണ്ണിനെ പറഞ്ഞയക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് കാണിക്കുന്ന വഞ്ചനയാണ്. നിന്നെ പടച്ചവൻ വെച്ചുമുറിപ്പിക്കൂല. ഈ ഭൗതികമായ ലോകത്ത് തന്നെ അള്ളാഹു തആല നിന്നെ പാഠം പഠിപ്പിക്കും. ആത്മീയമായ ലോകത്ത്, ആഖിറത്തിലെ പരലോകത്തിൽ പിന്നെ വേറെയും അള്ളാഹ് വിടൂല. കരാറാണ് കല്യാണം എന്ന് പറഞ്ഞാൽ കരാറാണ്. നിങ്ങൾ എന്താ വിചാരിച്ചു കൈ അങ്ങോട്ട് കൂട്ടിക്കൊടുപ്പിക്കുക? മലപ്പുറം ജില്ലയിലൊക്കെ പെണ്ണിനെ കെട്ടിയാൽ കൂട്ടിക്കൊടുക്കുക എന്നാ പറയാ. നമ്മുടെ നാട്ടിൽ കൂട്ടിക്കൊടുക്കുക മാമാ പണിക്കാ പറയുന്നവര്. നമ്മുടെ നാട്ടില് കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാല് അവിടെ കൂട്ടിക്കൊടുക്കുക, ആ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. ആ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുന്ന കഴിഞ്ഞാൽ ഹലാലായിട്ട് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അത് കളിയല്ല, തമാശയല്ല. രണ്ട് സാക്ഷികൾ അതിന് ഉണ്ടായിരിക്കണം. ഖാളിയാർ വരണം. ആ ഖാളിയുടെ സാന്നിധ്യത്തിൽ നിനക്ക് മഹറുണ്ടോ കൊടുക്കാൻ, ആ മഹറുണ്ടോ എന്നെല്ലാം നോക്കി ചെക്ക് ചെയ്തതിനു ശേഷമാണ് കൈക്ക് പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അള്ളാഹുവിനോട് എടുക്കുന്ന കരാറാണ് സുഹൃത്തെ. ഇത് മുറിച്ചാൽ നിന്നെ അള്ളാഹ് വിടൂല. ഏറ്റവും വലിയ കളി ഇതൊന്നും ആർക്കറിയാതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന നിക്കാറിനെ സച്ച്. അത് പരിപാടി ഇപ്പൊ അടക്കട്ടെ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയാം. എഴുതിയോ സുബൈർ ജബ്ബാർ എല്ലാം ഒപ്പിട്ടോ? ഇവിടെ കരാർ വേറെ 2 ദിവസം മുമ്പ് നടക്കും. ഭാര്യ വീട്ടുകാർ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് കരാർ, അത് വേറെ. മറ്റേ ബുലൂസ് ബാഗിനകത്ത് വരുന്ന സാധനം, അതാണ് അവരുടെ കരാർ. അള്ളാഹുമായിട്ടുള്ള കരാറിനെ കുറിച്ച് ഇവർക്ക് ചർച്ചയില്ല. ആ കരാറിൽ കുറവ് വന്നാൽ പെണ്ണ് ഗർഭിണിയാകട്ടെ 2 മക്കളാകട്ടെ പറഞ്ഞു വിടും. കരാറ് പാലിച്ച് 8 ലക്ഷം രൂപ പറഞ്ഞിട്ട് 4 ലക്ഷം തന്നിട്ട് 4 ലക്ഷം CC ഇട്ടിരിക്കുക. പോയി വാങ്ങിട്ട് വാ, പോയി വാങ്ങിട്ട് വാ, പറഞ്ഞു വിടും. 4 ലക്ഷം CC പോയിട്ട് വാ. ആ കരാറ് പാലിക്കാൻ തയ്യാറാകും. അള്ളാഹുവിനോട് എടുത്ത കരാറ് പാലിക്കാൻ തയ്യാറാവൂല. ഒരു പെണ്ണിനെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ വേദനിപ്പിക്കരുത്, അവളെ പരിഹസിക്കരുത്, അവളെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്, പീഡിപ്പിക്കരുത്. ഒരു നിലയ്ക്കും ഏതെങ്കിലും സ്ത്രീധനത്തിന്റെ പേരിലോ ഭക്ഷണത്തിന്റെ പേരിലോ വസ്ത്രത്തിന്റെ പേരിലോ വൈരൂപ്യത്തിന്റെ പേരിലോ നിങ്ങൾ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കരുത് എന്നുള്ള മഹത്തായ കരാറ് വാങ്ങിയിട്ട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അള്ളാഹുവിനെ നീ വഞ്ചിച്ചവനായി. അള്ളാഹ് നിന്നെ വിടൂല. അതാണ് എന്റെ അർത്ഥം. അള്ളാഹെ വഞ്ചിച്ചവനായി. അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ സൂക്ഷിച്ചോ. ഓടിപ്പോയിട്ടും അങ്ങോട്ട് കയറിയിരുന്ന് കയ്യും കഴിച്ചില്ല പൂക്കും പൂച്ചണ്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സാധനമാണ്. ഇത് ഏറ്റവും വലിയ അപകടം പിടിച്ച സാധനമാണ് ഈ കല്യാണം. അല്ലെ പെണ്ണ് നമ്മളെ നല്ല പൊരുത്തപ്പെടണം, തൃപ്തിപ്പെടണം. എല്ലാ നിലയ്ക്ക് എനിക്ക് എന്നോട് ചെയ്യുന്നതിൽ എനിക്ക് പൂർണ്ണ തൃപ്തിയാണ്, ഞാൻ തൃപ്തിയാണ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ അള്ളാഹ് നിന്നെ വിടൂല. സൂക്ഷിച്ചോ. അള്ളാഹ് ഇപ്പം മിണ്ടാതിരിക്കും. ആഖിറത്തിൽ വെച്ച് പിടിക്കുള്ളൂ, ഇവിടെ ഒന്നും പിടിക്കൂലല്ലോ. അതുകൊണ്ട് അള്ളാഹുടെ അടുത്ത കരാർ അതാണ്. الذين يوفون بعهد الله ولا ينقضون الميثاق. ബുദ്ധിയുള്ളവൻ അത് ചിന്തിക്കും. രണ്ടാമത്തെ കരാർ എന്താ? والذين يصلون ما أمر الله به أن يوصل. ഏതൊരു ബന്ധങ്ങളാണോ സുദൃഢമാക്കേണ്ടത്, ഏതൊരു ബന്ധങ്ങളാണോ രൂഢമൂലമാക്കേണ്ടത്, ഏതൊരു ചാർച്ചകളെയാണോ അടുപ്പിക്കേണ്ടത്, ആ ബന്ധങ്ങൾ നിങ്ങൾ ഉടയ്ക്കരുതേ, തകർക്കരുതേ, അത് ശിഥിലമാക്കരുതേ. പരിശുദ്ധ ഖുർആൻ. നമ്മളോടടുത്ത ബന്ധം, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താക്കന്മാരും ആ കുടുംബക്കാരും തമ്മിലുള്ള ബന്ധം, അയൽപക്കക്കാർ തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠ അനുജന്മാർ തമ്മിലുള്ള ബന്ധം, അവരുടെ മക്കൾ തമ്മിലുള്ള ബന്ധം, ഒക്കെ വലിയ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ ഉടയ്ക്കാൻ പാടില്ല. ഖുർആനാണ്. ഖുർആനിന്റെ ഭയമുള്ളവർ ഇത് സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. ഖുർആനിന്റെ ഭയമുള്ളവർ സൂക്ഷിച്ചോ.
والذين ينقضون ما عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل. ഏതൊരു ബന്ധമാണോ നിങ്ങൾ നിലനിർത്തേണ്ടതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് പഠിപ്പിച്ചിട്ട് ആ ബന്ധം നിങ്ങൾ ഉടച്ചു കളയുകയല്ലേ, ആ ബന്ധത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് നടക്കുകയല്ലേ, ഓർക്കണേ സഹോദരാ, അവർ ഈ ഭൂലോകത്തും നാളെ പരലോകത്തും ശപിക്കപ്പെട്ടവരാണ്. ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നവർ 5 ക്വാളിറ്റിയിലുള്ളത്. ഒന്ന് ഖാസിറൂൻ, അവർക്ക് തീരാ നഷ്ടമാണ്. 2 ഉലൈക ലഹുമുൽ ലഅന, അവർ ശപിക്കപ്പെട്ടവരാണ്. 3 വലഹും സൂഉദ്ദാർ, അവർക്ക് നിത്യം നരകമാണ്. 4 അഅ്മ, അന്ധന്മാരാണ്. 5 അബുഖം, അവർ ബധിരരാണ്. അവർക്ക് എത്ര ആയത്തോ ഹദീസോ ഖുർആനോ ഒന്നും ഓതിയാൽ അവരെ തലയിലോട്ട് കയറൂല. ഈ 5 ക്വാളിറ്റിയിലുള്ളവരാണ് ആര്? പരസ്പരം കണ്ടാൽ മിണ്ടാത്തവർ, ബന്ധം നിലനിർത്താത്തവർ. അള്ളാഹ്ക്ക് നിന്നെ വേണ്ട, നിന്റെ ഇബാദത്തും വേണ്ട. നിങ്ങൾ വിചാരിക്കും മിണ്ടിയിലും കുഴപ്പമില്ല, പോയി ഹജ്ജ് ചെയ്താൽ മതി. മാഫി ഫായിദ. ഒരു ഹജ്ജും അള്ളാഹ്ക്ക് വേണ്ട, ഒരു ഉംറയും അള്ളാഹ്ക്ക് വേണ്ട, ഒരു സിയാറത്തും അള്ളാഹ്ക്ക് വേണ്ട, ഒരു സക്കാത്തും അള്ളാഹ്ക്ക് വേണ്ട, ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. ആദ്യം ബന്ധം നിലനിർത്ത്, എന്നിട്ടാണ് അള്ളാഹു ആ ഫയൽ എടുക്കുള്ളൂ. നിന്റെ ഫയൽ, നിന്റെ നമസ്കാരത്തിന്റെ, സക്കാത്തിന്റെ, ഹജ്ജിന്റെ, ഉംറയുടെ, സിയാറത്തിന്റെ ഫയൽ തന്നെ അള്ളാഹ് എടുക്കണമെങ്കിൽ നീ നിന്റെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധം ആദ്യം നിലനിർത്തണം. നീ സംസാരിച്ചിട്ടുണ്ടോ, സലാം പറയുന്നുണ്ടോ, അവരോട് പുഞ്ചിരിക്കാറുണ്ടോ, അവരെ സഹായിക്കാറുണ്ടോ, എങ്കിൽ മാത്രമേ അള്ളാഹു തആല നിന്റെ ഫയൽ എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ അള്ളാഹ് നിന്റെ ഫയൽ എടുക്കേയില്ല. നരകത്തിലാണ് നീ. അടക്കടാ, ഞാൻ പറയുന്ന വാക്കല്ല, ആയത്ത് ഓതിത്തരാം, ഹദീസ് ഓതിത്തരാം. അള്ളാഹു പറയുന്ന വാക്കാണ്. നമുക്ക് ധാർഷ്ട്യമാണ്, നമുക്ക് ഭയങ്കരമായ വികാരമാണ്, നമുക്ക് ഭയങ്കരമായ ശുണ്ഠിയാണ്, നമുക്ക് ഭയങ്കരമായ അഹങ്കാരമാണ്. അവനോട് മിണ്ടാനോ, ഞാനോ, എന്റെ കുടുംബക്കാരനോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്ക് അതാണ്, സൂക്ഷിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നിയമങ്ങളെ പാലിക്കുന്നവൻ ആരാണ്? ആഖിറത്തെ ഭയക്കുന്നവനും വിചാരണയെ ഭയക്കുന്നവനും ഒരു കാരണവശാലും ഈ ഭൂലോകത്ത് കുടുംബ ബന്ധം മുറിക്കുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബി അൻ യൂസൽ വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. ആഖിറത്തെ ഭയപ്പെടുന്നവരാണ്, വിചാരണയെ ഭയപ്പെടുന്നവരാണ്. നാളെ തന്റെ നന്മകൾ കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മുറിഞ്ഞുപോയ ബന്ധങ്ങളെ രൂഢമൂലമാക്കുന്നവരാ. അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ബുദ്ധിജീവികൾ എന്ന് പരിശുദ്ധ ഖുർആൻ. അവരാണ് ബുദ്ധിമാൻ. എന്റെ ആഖിറം നഷ്ടപ്പെട്ടു പോകുമോ, ആഖിറത്തിൽ ഞാൻ തീരാ നഷ്ടവാളിയായി പോകുമോ എന്ന പേടി, എന്ന വിഷമം, എന്ന പ്രയാസം. അതുകൊണ്ട് പെട്ടെന്ന് അവർ ആരോടാണോ ബന്ധം നമ്മൾ മുറിച്ചു മാറ്റിയത് അവരോട് പോയിട്ട് സലാം പറഞ്ഞ് പെട്ടെന്ന് ബന്ധം നിലനിർത്താൻ ശ്രമിക്കും. ബന്ധം മുറിച്ചു മാറ്റിയാൽ ഇബാദത്തുകൾ സ്വീകരിക്കൂല. വല്ലാഹി സത്യം, നിങ്ങളുടെ നിസ്കാരമൊക്കെ വേസ്റ്റാണ്. ദുആ സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, ഹജ്ജ് സ്വീകരിക്കൂല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട തോഴനാണ്, സന്തത സഹചാരിയാണ് മഹാനായ അബൂ ഹുറൈറ. എല്ലാ ദിവസവും പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ പാവപ്പെട്ട സ്വഹാബാക്കൾക്ക് ഇതേപോലെ വഅദ് നസീഹത്തുകൾ നടത്താറുള്ള മഹാനായ അബൂ ഹുറൈറ ഒരു ദിവസം പ്രഭാഷണം നടത്തുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതേപോലെ എല്ലാവരും ഒരുമിച്ച് കൂടി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക്,
أحرج على كل قاطع رحم إلا قام من عندنا. ഇന്ന് ഞാൻ ഈ സദസ്സിലെ വിളമ്പാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ തിരുവചനങ്ങളാ. അത് കേൾക്കാൻ തടിച്ചുകൂടിയ സ്വഹാബാക്കളെ, നിങ്ങളോട് ഞാൻ ആദ്യമായി ഒരു കാര്യം ഉണർത്തുകയാണ്. അഹ്റജു അലാ കുല്ലി ഖാതിഇ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും കുടുംബക്കാരിൽപ്പെട്ടവർ പരസ്പരം മിണ്ടാത്തവരുണ്ടോ? പരസ്പരം സംസാരിക്കാത്തവരുണ്ടോ? പരസ്പരം കണ്ടാൽ സഹകരിക്കാത്തവരുണ്ടോ? ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. നമ്മുടെ മജ്‌ലിസിൽ നിന്ന് ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണേ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുമ്പോൾ അങ്ങ് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. മിണ്ടാത്തവരോ പരസ്പരം കണ്ടാൽ സഹകരിക്കാത്ത കുടുംബക്കാർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? യാല്ലഗും എഴുന്നേറ്റ് വണ്ടി വിടാൻ പറഞ്ഞു. ഫലം യഖും അഹദുൻ ഇല്ലാ ശാബും മിൻ അഖ്സൽ ഹൽഖാ. ആ സദസ്സിന്റെ അവസാന ഭാഗത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ അല്ലാതെ മറ്റൊരു സ്വഹാബാക്കളും ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയതേയില്ല. ഫദഹബ ഇലാ അമ്മതിഹി. ആ ചെറുപ്പക്കാരൻ പോയത് തന്റെ പിതാവിന്റെ സഹോദരിയുടെ അരികിലേക്കാണ്. ഇന്നഹു കാന സാറമഹാ മുൻദു സിനീൻ. വർഷങ്ങളായി തൻ്റെ മാമിയോട്, തൻ്റെ അമ്മായിയോട്, തൻ്റെ പിതാവിൻ്റെ സഹോദരിയോട് വർഷങ്ങളായി ബന്ധം ഉപേക്ഷിച്ചവനാണ്, ബന്ധം മുറിച്ചവനാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കുടുംബ ബന്ധം മുറിച്ചവൻ നരകത്തിലാണ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്, അവൻ ഈ സദസ്സിൽ ഇരിക്കരുതേ എന്ന് പറഞ്ഞപ്പോ ആ ഹൃദയത്തിൽ എന്തോ ഒരു തീജ്വാല ആളിക്കത്തിയതുപോലെ മഹാനായ ആ സഹാബി ഓടുകയാണ്, തന്റെ മാമിയുടെ സമീപത്തേക്ക് ഓടുകയായി. പാപ്പാന്റെ സഹോദരിയെ കണ്ടിട്ട് വർഷങ്ങളായി മിണ്ടിയിട്ട്, വർഷങ്ങളായി. ഉപ്പാന്റെ സഹോദരി മാമി, മാമി എന്നല്ലേ പറയാ എവിടെ അല്ലേ? അമ്മായിന്നോ അപ്പച്ചി അല്ലേ? ആ അപ്പച്ചി, ശരിയാ അപ്പച്ചി. അങ്ങനെ അപ്പച്ചി, 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 അപ്പി, അപ്പി എന്നൊക്കെ അല്ലേ? ശരി, അങ്ങോട്ട് സ്നേഹം കൂടുമ്പോ അപ്പി എന്ന് പറയും. കൊച്ചുകുട്ടികളെ അപ്പി എന്ന് പറയും. എന്തിനാണെന്നറിയോ? അറിയാമല്ലോ, അതും അപ്പിയ ഇതും അപ്പിയ. എന്തായാലും കൊള്ളാം. യഥാർത്ഥത്തിൽ അപ്പിയായാൽ സ്നേഹം വേണം, ഇല്ലെങ്കിൽ ആ കൊച്ചുകുട്ടിയുടെ അപ്പി പോലെ ആയിപ്പോ. അതുകൊണ്ട് ഒറിജിനലുള്ള അപ്പി തന്നെ ആയിരിക്കണം, അപ്പച്ചി. അത് തന്നെ. ഈ സ്വഹാബി എഴുന്നേറ്റ് പോയി, തന്റെ അപ്പച്ചിയായിട്ട് വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുകയാണ്. വർഷങ്ങളായി മുൻദു സിനീൻ. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു, സംസാരിക്കാത്ത നരകത്തിലാണ്. ഈ സദസ്സിലിരിക്കാൻ എഴുന്നേറ്റ് പോ, എഴുന്നേറ്റ് പോ. സഹാബാക്കൾ പറഞ്ഞാൽ കേൾക്കണമല്ലോ, എഴുന്നേറ്റ് പോകണല്ലോ. സഹാബ് പേടിച്ചു പോയി, പെട്ടെന്ന് പോയി, പെട്ടെന്ന് ചിന്തിച്ചു, എന്റെ അപ്പച്ചോട് ഞാൻ മിണ്ടാതിരുന്നു. നേരെ പോയി സലാം പറഞ്ഞു, പൊരുത്തം ചോദിച്ചു, മുസാഫഹത്താക്കി, കെട്ടിപ്പിടിച്ചു. അമ്മ, അപ്പച്ചി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, എന്നോട് മാപ്പാക്കണം. അതെന്താ ഇന്ന് വരെ നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ലോ? എല്ലാ ദിവസവും നീ എന്നെ ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാറുണ്ടല്ലോ, ആ കവലയിൽ വെച്ച് കാണാറുണ്ടല്ലോ, അങ്ങാടിയിൽ വെച്ച് കാണാറുണ്ടല്ലോ. ഇന്നേ വരെ നീ ഇങ്ങനെ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? ഇന്നി ജലസ്തു ഇൻദ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സദസ്സിൽ ഞാൻ ഇരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിലിരിക്കുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അഹ്റജു അലാ കുല്ലി ഖാതിഇ റഹിമിൻ ഇല്ലാ ഖാമ മിന്നാ. ബന്ധങ്ങൾ നിലനിർത്താത്തവരാരെങ്കിലും, കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുന്നേറ്റ് പോകണേ എന്ന് അബൂ ഹുറൈറ പറഞ്ഞപ്പോ എന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നത് മഹദിയെ അങ്ങയുടെ രൂപമാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നത്. പെട്ടെന്ന് ഓടി വന്നതാണ്. അവർ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഓടി വന്ന് പൊരുത്തം വാങ്ങിയതാണ്. അപ്പൊ
അപ്പോൾ ആ സഹോദരി ചോദിച്ചു, ആ മാമി, ആ അപ്പച്ചി ചോദിച്ചു, അല്ല അബൂ ഹുറൈറയോട് നീ ചോദിക്കണം, എന്തേ കാരണം, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ മിണ്ടണമെന്നും സംസാരിക്കണമെന്നും സഹകരിക്കണമെന്നും പറയാനുള്ള കാരണം എന്താണ്? ചോദിക്കേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് ആ സ്വഹാബി ചോദിക്കുകയാണ്, എന്തിനാണ് മഹാനവറുകളെ സംസാരിക്കുകയോ മിണ്ടാട്ടമില്ലാത്ത ഉരിയാട്ടമില്ലാത്ത കുടുംബ ബന്ധം വിച്ഛേദിച്ചവർ ഈ സദസ്സിലിരിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്തേ എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹീം. ഏതൊരു സമുദായത്തിലാണോ, ഏതൊരു കുടുംബത്തിലാണോ, ഏതൊരു മഹല്ലത്തിലാണോ, ഏതൊരു തറവാട്ടിലാണോ കുടുംബ ബന്ധം മുറിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ആ സമുദായത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുകയേ ഇല്ല. അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങണമെങ്കിൽ ബന്ധങ്ങൾ നിലനിർത്തണം. ആ ബന്ധങ്ങൾ ആരെങ്കിലും മുറിച്ചു മാറ്റിയോ ആ റഹ്മത്ത് താഴോട്ടിറങ്ങൂല. റഹ്മത്ത് താഴോട്ടിറങ്ങണമെങ്കിൽ റഹ്മത്ത് അപ്പിയായിട്ട് ബന്ധം ഉണ്ടാക്കി വെക്കണം, അപ്പച്ചിയായിട്ട് ബന്ധം ഉണ്ടാക്കണം, അല്ലേ? അല്ലെങ്കിൽ അള്ളാന്റെ കാര്യം ഇറങ്ങൂല. നബിതങ്ങൾ പറഞ്ഞ വാക്ക, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹീം. 10 ഹജ്ജ് ചെയ്ത ആളാണ്, 50 ഉംറ ചെയ്ത ആളാണ്, എല്ലാ റമളാൻ മാസത്തിൽ ലോഡ് കണക്കിന് അരി എടുത്തു കൊടുക്കുന്ന ആളാണ്. അള്ളാഹ്ക്ക് നിന്റെ അരിയും, അള്ളാഹ്ക്ക് നിന്റെ ഉണങ്ങിയ സമൂസായും, അള്ളാഹ്ക്ക് നിന്റെ ഉണക്ക ചക്കക്കുരുവൊന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് വേണ്ടത് നീ നിന്റെ കുടുംബക്കാരായിട്ടുള്ള ബന്ധം ആദ്യം നിലനിർത്ത്. അതാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. ഒരു ഹദീസ് ഉറക്കട്ടുവാണെങ്കിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫമൻ കാന ലഹു അഖാരിബു ദുഅഫാ വലം യസിൽഹും വലം യുഹ്സിൻ ഇലൈഹിം വയുസിരിഫു സദഖതഹു ഇലാ ഗൈരിഹിം വകാന ഗനിയാ വഹും ഫഖീർ ലാ യുഖ്ബലു മിൻഹും സദഖതുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏ ധനാഠ്യന്മാരെ, ഏ സമ്പന്നവർഗമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ്, ഒന്ന് കേൾക്കണേ. സമ്പത്തിന്റെ അതിപ്രസരത്തിൽ വിരാജിക്കുന്ന മക്കളെ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഹബീബായ തങ്ങളുടെ മുബാറക്കായ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുന്നുണ്ടോ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ രക്തബന്ധുക്കളിൽ പാവപ്പെട്ടവരായ, ബലഹീനരായ, അശരണരായ, ആലംബഹീനരായ, സാധുക്കളായ രക്തബന്ധുക്കൾ ഉണ്ടായിട്ട് അവർക്ക് നിങ്ങൾ സദഖകൾ ചെയ്യാതെ, അവരെ നിങ്ങൾ സഹായിക്കാതെ, അവർക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കാതെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സദഖകളും മറ്റു നാട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലം യുഖ്ബൽ മിൻഹും സദഖതുഹു, അവരുടെ സദഖ അല്ലാഹു സ്വീകരിക്കുകയില്ല. പതിയാങ്കരയിൽ ഒരുപാട് കുടുംബക്കാരുണ്ട്, വലിയ സമ്പന്നനാണ്. പാവപ്പെട്ട എത്രയോ കുടുംബക്കാർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അവന്റെ സ്വന്തം കുടുംബത്തിലുള്ളവരുണ്ട്. അവർക്ക് ഒരു ചാക്കരി എടുത്തു കൊടുക്കുകയോ, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുകയോ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വഴിയുണ്ടാക്കി കൊടുക്കുകയോ ചെയ്യാതെ ലോഡ് കണക്കിന് സാധനം എടുത്തിട്ട് ഇവൻ തോട്ടപ്പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, അമ്പലപ്പുഴയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു, ഹരിപ്പാട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു, മറ്റുള്ള ദീർഘദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുക, ഏയ് ഹാജിയാരെ, നിങ്ങളുടെ ഒരു ഈത്തപ്പഴത്തിന്റെ കുരു പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല, അല്ലാഹു സ്വീകരിക്കുകയില്ല. നിന്റെ രക്തബന്ധു ഇവിടെ പട്ടിണി കിടക്കുകയാണ്, നിന്റെ കുടുംബത്തിൽ
വീട്ടിലുള്ളവൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. അവന്റെ മക്കള് പള്ളിക്കൂടത്തിൽ പോകാൻ യൂണിഫോം വാങ്ങാൻ, അവന്റെ മക്കൾക്കൊരു പേന വാങ്ങാൻ, ഒരു വസ്ത്രം വാങ്ങാൻ, യൂണിഫോമിനും പൈസ അടയ്ക്കാനോ അതല്ലെങ്കിൽ ഫീസ് അടയ്ക്കാനോ വാൻ ഫീസ് അടയ്ക്കാനോ ഒന്നിനും വഴിയില്ലാതെ കഷ്ടപ്പെടുമ്പോ നീ ആയിരങ്ങളും പതിനായിരങ്ങളും അടുത്തുള്ള മഹല്ലത്തുകളിൽ കൊണ്ടുപോയി ചെലവ് ചെയ്താൽ വല്ലാഹി സത്യം നിന്നിൽ നിന്ന് ഒരു തരിമ്പ് പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരു കുരു പോലും അല്ലാഹു സ്വീകരിക്കൂല, ഒരു കുരു പോലും അല്ലാഹു സ്വീകരിക്കൂല. ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി ചെലവ് ചെയ്യും, സദഖ ഇഷ്ടം പോലെ കൊണ്ടുപോയി ചെലവ് ചെയ്യും. പക്ഷെ അള്ളാഹ് സ്വീകരിക്കൂല. കാരണം എന്താ? നിന്റെ കുടുംബക്കാരൻ പതിയാങ്കര കിടക്കാണ്, നിന്റെ കുടുംബക്കാരൻ നാട്ടിൽ കിടക്കുമ്പോ നീ കൊണ്ടുപോയി അവനെടുത്ത് കൊടുക്കല. ഇതാവുമ്പം പ്രശസ്തിയില്ല, അതാകുമ്പം പ്രശസ്തി ഉണ്ട്. ഇതിപ്പോ ആരെ കാണാ? അക്കരയിൽ കിടക്കുന്ന ആ കിളവിക്ക് കൊണ്ട് രണ്ടിയാ കരി കൊടുത്താൽ ആര് കാണാൻ, ആരറിയാൻ? ഇതിപ്പോ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ കൊടുക്കുന്ന ഫോട്ടോ, എടുക്കുന്ന ഫോട്ടോ, തിന്നുന്ന ഫോട്ടോ എല്ലാം കൂടെ വാട്സപ്പിൽ ഇട്ട് ഇങ്ങനെ കൊടുത്ത് അയച്ചു കൊടുക്കും. അതിന്റെ സവാബല്ല അതോടുകൂടി അങ്ങ് പോയില്ലേ? ആ സവാബൊക്കെ പോയില്ലേ? 10 പേര് കാണുമല്ലോ. നമ്മൾ അമൽ ചെയ്യുമ്പോൾ ആരും കാണാൻ അറിയാനും പാടില്ലല്ലോ. നമ്മളിത് കൊടുക്കുന്നത് എന്തിനാ? അതെല്ലാവരും 10 പേര് അറിയാൻ വേണ്ടിയിട്ടാണ്. അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അൽ ഇസ്തിസ്ഗാറു ബിൽ അമൽ. അമലുകൾ ചെറുതായി കാണണം. നമ്മുടെ നന്മകൾ നമ്മൾ മറച്ചു വെക്കണം. അമലുകൾ സ്വീകരിക്കാനുള്ള കാരണം അതാണ്. അമലുകൾ നമ്മൾ ചെയ്യുന്ന നന്മ മറച്ചു വെക്കണം, ആരെയും കാണിക്കാനൊന്നുമല്ല. ഇന്നൽ അബ്റാറ യശ്റബൂൻ മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. സാലിഹീങ്ങളുടെ അടയാളം എന്തേ? സുഹൃതവാന്മാരുടെ വിശേഷണങ്ങൾ എന്തേ? ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കാൻ രാപ്പകലില്ലാതെ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കരായി സാഷ്ടാംഗം ചെയ്യുന്ന സാലിഹീങ്ങൾ, അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാ നിനക്ക് വേണ്ടി മാത്രമാണ്. അല്ലാ ഈ ദുനിയാവിൽ ഒരു പ്രശസ്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാ ഒരു പിടി ഭക്ഷണം ഞാൻ നൽകിയാൽ, അല്ലാഹുവേ ഒരു നോമ്പുകാരനെ ഒരു കാരക്കയുടെ കീറ് കൊണ്ട് നോമ്പ് തുറപ്പിച്ചാൽ, ഒരു പാവപ്പെട്ടവന്റെ ഔറത്ത് മറയ്ക്കാനുള്ള വസ്ത്രം ഞാൻ വാങ്ങിക്കൊടുത്താൽ, ലിവജിഹില്ലാ നിന്റെ തൃപ്തിയല്ലാതെ, നിന്റെ പൊരുത്തമല്ലാതെ, നിന്റെ ഇഷ്ടമല്ലാതെ എനിക്ക് മറ്റൊരു ലക്ഷ്യമില്ല നാദാ. അതാണ് സാലിഹീങ്ങളുടെ അടയാളം. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ. അവർ നൽകുന്ന ഭക്ഷണം അല്ലാഹ്ക്ക് വേണ്ടിയാണ്, അവർ കൊടുക്കുന്ന വസ്ത്രം അല്ലാഹ്ക്ക് വേണ്ടിയാണ്, അവർ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അത് വാങ്ങിക്കൊണ്ടു പോകുന്ന സാധുക്കളെ, അത് ഫോട്ടോ എടുത്ത് ആ ഹാജിയാരുടെ പേര് നിങ്ങൾ പരസ്യപ്പെടുത്താൻ വേണ്ടിയല്ല, ആ പേര് നിങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയല്ല, അത് ലോക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയല്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളിൽ നിന്ന് ഒരു നന്മ പോലും, ഒരു താങ്ക്സ് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നേ ഇല്ല. അതാണ് സാലിഹീങ്ങൾ, അതാണ് സാലിഹീങ്ങൾ. നോ താങ്ക്സ്. ഞാൻ തന്നത് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വാട്സപ്പിലിടൊന്നും പ്രചരിപ്പിച്ച്
എന്റെ പേരും പ്രശസ്തിയൊന്നും നിങ്ങൾ ആരെ അറിയിക്കണ്ട, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു. ഇന്നമാനുത്തുഇമുക്കും ലിവജ്ഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റ. എന്റെ നിയത്ത് അത് തന്നെയാണ്. അതാണ് സ്വാലിഹീങ്ങളുടെ അടയാളം. സ്വാലിഹീങ്ങളുടെ അടയാളം അത് തന്നെയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റ. എന്തിനാ നമ്മൾ അമൽ ചെയ്തിട്ട് വെറുതെ ആളുകളെ കാണിക്കാൻ എന്തിനാ അമൽ ചെയ്തിട്ട് പോയില്ലേ? ആഖിറത്തിൽ നഷ്ടം വന്നില്ലേ? അത് മൊത്തം പോയില്ലേ? അതുകൊണ്ട് നമ്മൾ ചെയ്ത അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹ്. ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. അങ്ങനെ ചിന്തയുള്ളവൻ തന്റെ സ്വതക്കകൾ കൊടുക്കേണ്ടത് തന്റെ രക്തബന്ധുക്കളിൽ നിന്ന് ആരംഭിക്കട്ടെ. തന്റെ രക്തബന്ധുക്കൾ അർഹരായവരുണ്ടെങ്കിൽ, പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കാതെ മറ്റുള്ള നാട്ടിലേക്ക് നിങ്ങൾ കയറ്റുമതി ചെയ്താൽ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവന്റെ ഒരു തരിമ്പ് പോലും, ഒരു കടുകുമണി പോലും അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. ഒരു നന്മ അല്ലാഹു സ്വീകരിക്കൂല. കാരണം എന്താ? സാധുക്കൾ അവന്റെ കുടുംബത്തിലുണ്ട്. മിണ്ടൂല. എങ്ങനെ പോയി അവന് ഞാൻ കൊടുക്കൂത്? പോണം, സലാം പറയണം, അവൻ ഇങ്ങോട്ട് വരട്ടെ. അത് ഇസ്ലാമിക ശൈലിയല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിൻ അൽ വാസിൽ ഇദാ ഖുതിഅത റഹ്മുഹു വസലഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൻ ഇങ്ങോട്ട് വന്ന് സലാം പറയട്ടെ. ഞാനല്ലയോ മൂത്തത്, ഞാനല്ലയോ കാരണവൻ, ഞാനല്ലയോ കുടുംബത്തിന്റെ നേതാവ്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ ഞാൻ അങ്ങോട്ട് പോയി ബന്ധം നിലനിർത്തിക്കൊള്ളാം എന്ന് പറയലല്ല കുടുംബ ബന്ധം ചേർക്കൽ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിനക്ക് കൂലി വേണമോ, നിനക്ക് നന്മ വേണമോ, നിനക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കണമോ, ഇദാ ഖുതിഅത റഹ്മുഹു വസലഹാ. വർഷങ്ങളായി നിന്നെ കണ്ടാൽ സംസാരിക്കാത്ത, വർഷങ്ങളായി നിന്നെ കണ്ടാൽ പുഞ്ചിരിക്കാത്ത, വർഷങ്ങളായി നിന്നെ കണ്ടാൽ പുറംതിരിഞ്ഞു പോകുന്ന നിന്റെ കുടുംബക്കാരൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് നീ പ്രതീക്ഷിക്കരുതേ. സ്വർഗം വേണമോ, നീ അങ്ങോട്ടേക്ക് പോകണേ, അവന്റെ കൈക്ക് പിടിക്കണേ. ഫസല്ലിം അലൈഹി, അവന് നീ സലാം ചൊല്ലണേ. അതാണ് സ്വർഗം. നിനക്ക് സ്വർഗം വേണമെങ്കിൽ അവൻ ഇങ്ങോട്ട്, അവന്റെ ഉപ്പ ഞാൻ, അവന്റെ ഉപ്പുപ്പ ഞാൻ, അവന്റെ സുഹൃത്ത്, അവന്റെ കാരണവൻ ഞാൻ, അവൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ അങ്ങോട്ട് പോവാൻ. അതൊന്നും ഈ കുടുംബത്തെ നടക്കൂല. അല്ലാ ജരെ